12നും 20നും ഇടയ്ക്ക് പ്രായമുള്ള കുട്ടികളാണോ നിങ്ങൾ? അതല്ല നിങ്ങളുടെ സഹോദരിമാർ, കൂട്ടുകാർ, അങ്ങനെ ആരെങ്കിലും? ആ ഗ്രൂപ്പിൽപ്പെട്ട പലരും ഓവർ ബ്ലീഡിങ്, മെൻസസ് ആവുന്ന സമയത്ത് വേദന നിൽക്കുന്നില്ല, കഠിനമായ വേദന, ഇങ്ങനെയൊക്കെ പറഞ്ഞ് വരാറുണ്ടോ? സാധാരണഗതിയിൽ കംപ്ലയിൻറ്റ്സ് പറയാറില്ലേ? ഹായ്, നമസ്തേ എല്ലാവർക്കും. ഞാൻ ഡോക്ടർ ഗീതാഞ്ജലിയാണ്. ഏറനാട് ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റാണ്. നമ്മളുടെ ഒ പിയിൽ വരുന്ന നല്ലൊരു ശതമാനം കുട്ടികളും സ്കൂളിൽ നിന്ന് ചിലപ്പോൾ അധ്യാപകരായിരിക്കും കൊണ്ടുവരിക. ഇങ്ങനെയൊക്കെ മെൻസസ് ആയിട്ട് നിൽക്കുന്നില്ല, അല്ലെങ്കിൽ കഠിനമായ വേദന, തലകറക്കം, ഇങ്ങനെയുള്ള പല പല പ്രശ്നങ്ങളുമായിട്ട് വരുന്ന കുട്ടികൾ ധാരാളമാണ് ഒ പിയിൽ. അപ്പോൾ യൂഷ്വലി ഇതിനൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്യൂബർട്ടി മെനോറേജിയ എന്നുള്ള കാറ്റഗറിയിൽ വരുന്നതാണ്. അപ്പോൾ സാധാരണഗതിയിൽ വലിയ ട്രീറ്റ്മെൻ്റ് ഒന്നും ഇതിന് ആവശ്യമില്ല. കുറച്ച് മാസങ്ങൾക്കുള്ളിൽ അത് കറക്റ്റ് ആവേണ്ടതാണ്. പിന്നെ നമ്മൾ വരുന്ന സമയത്ത് ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യണം. ഹീമോഗ്ലോബിൻ്റെ അളവ് കുറവാണോ, ബ്ലീഡിങ് ടൈം, ക്ലോട്ടിങ് ടൈം, ഇങ്ങനെയുള്ള പല ഇൻവെസ്റ്റിഗേഷൻ ചെയ്തിട്ട് എന്തെങ്കിലും ബ്ലീഡിങ് ഡിസോർഡേഴ്സ് ഒക്കെ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് ആദ്യം കണ്ടെത്തണം. പിന്നെ അത്യാവശ്യമാണെങ്കിൽ മാത്രമാണ് നമ്മൾ സ്കാനിങ് ഒക്കെ എടുക്കുന്നത്. യൂട്രസ്, ഓവറീസ് എന്തെങ്കിലും തകരാറുണ്ടോ, വല്ല സിസ്റ്റിക് ലീഷൻസ് എന്തെങ്കിലും ഓവറിയിൽ ഉണ്ടോ എന്നൊക്കെ നോക്കുന്നത്.